എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നും സിനിമയിലേക്കുള്ള യാത്രയെ പറ്റി പറയൂ. മുതലേ സിനിമ ഭയങ്കര ക്രൈസ് ഉള്ള ആളായിരുന്നു. എല്ലാ ഫിലിംസും കാണും. പിന്നെ ബിടെക് പഠിക്കുമ്പോഴും ഇതിന്റെ ചെറിയ പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് അതിന് കറക്റ്റ് ഒരു സ്പേസ് കിട്ടിയത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്തു. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രൂ വേണം. പിന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ വേണം. അങ്ങനെ അതൊക്കെയാണ്. അത് ചൂസ് ചെയ്യലാണ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ്. പിന്നെ നമ്മുടെ പടം ഇത് ഷൂട്ടിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രഷറായിരുന്ന കാരണം അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സംഭവങ്ങളും ഇതും ഈ തിയേറ്റർ അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് ഷൂട്ട് ചെയ്ത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്റർ കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ ഷൂട്ട് ചെയ്യുന്ന ഫിലിം എടുക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ട് തിയേറ്റർ കിട്ടാനാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് റോസ് എന്നുള്ള വലിയ ഗ്രൂപ്പ് നമ്മുടെ ഒരു ലക്കിന് വന്നു. അവരൊന്ന് പടം കണ്ടു, അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഫസ്റ്റത്തെ ആഴ്ച റോസ് ആയിട്ട് പോലും നമുക്ക് കുറച്ച് തിയേറ്ററുകൾ കിട്ടിയുള്ളൂ. അതിൽ ഒരു 40 സെന്ററാണ് നമ്മൾ റിലീസ് ചെയ്തത്. അതിലൊരു 11 സെന്ററിന്റെ അടുത്ത് ബി ക്ലാസ് സെന്റേഴ്സ് ആയിരുന്നു, എ ക്ലാസ് ആയിരുന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരു 3-4 ദിവസം ഈ എ ക്ലാസ് സെന്റേഴ്സിന് പോയിട്ടുള്ള ഓഡിയൻസ് നല്ല റെസ്പോൺസാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ മൂവി നല്ല അഭിപ്രായം കയറി, നല്ല പബ്ലിസിറ്റി ആയി. ഇപ്പൊ 3rd വീക്കിൽ നമുക്ക് 60 സെന്ററിന്റെ അടുത്ത് റിലീസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. പ്രേമം ടീം എന്ന ഐഡന്റിറ്റി എത്രത്തോളം ഹാപ്പി വെഡിങ് സിനിമയുടെ വിജയത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം വേറൊരു ടീമിനാണ് നോക്കിയത്. അപ്പൊ അവര് തമ്മിൽ ഡേറ്റ് പ്രോബ്ലം എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെയും പ്രൊജക്ട് വൈകി. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഞാൻ സിജുവിന്റെ ഒരു ഷോർട്ട് ഫിലിം നോക്കും മുന്നേ നടത്താൻ എനിക്ക് നല്ല ഇഷ്ടം, കട്ടൻ കാപ്പിന്നുണ്ട്. അതേപോലെ നേരത്തിലും സിജു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിജുവിന്റെ അടുത്ത് പോയി സ്റ്റോറി കണ്ട് അതിനുശേഷം പോയി പ്രേമം ഫിലിം അതിന് ശേഷം കണ്ടത്. പ്രേമം ഞാൻ സിജുവിന്റെ അടുത്ത് സ്റ്റോറി പറയാൻ പോകുമ്പോൾ ഭയങ്കര അഭിപ്രായം കയറി നിൽക്കുക. റിലീസ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് സിജുവിന്റെ അടുത്ത് പോയി സ്റ്റോറി പറഞ്ഞു, സിജുവിന് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ പോയി പ്രേമം കണ്ട്. അങ്ങനെ പ്രേമം കണ്ടപ്പോഴാണ് ഷറഫിനെ കാണുന്നത്. അതിൽ അങ്ങനെയാണ് ഷറഫിന്റെ ക്യാരക്ടർ അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റിൻ, സൗബിൻ, അങ്ങനെ ഒരു കറക്റ്റ് അതിലത്തെ നല്ല ആർട്ടിസ്റ്റുകൾ നോക്കിയിട്ട് പിക്ക് ചെയ്തതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫിലിം ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളായ കാരണം ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട്, ഇപ്പൊ ഷറഫ്, ഞാൻ, സിജു, ജസ്റ്റിൻ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ട്. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. നമ്മൾ ആരുടെ അടുത്തെങ്കിലും പറയുമ്പോൾ ഇപ്പോ സിജു വിൽസൺ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞാലും ആരും അറിയില്ല. നമുക്കിപ്പോൾ ആരുടെ അടുത്തെങ്കിലും പറയുമ്പോൾ പ്രേമത്തില് ഇന്ന റോള് ചെയ്ത് ഗിരിരാജൻ പോയി, അല്ലെങ്കിൽ പ്രേമത്തില് നിവിന്റെ ബേക്കറി ആയിട്ട് നിന്നു ജോജോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരുടെ അടുത്ത് അതാണ് പറഞ്ഞത്. പക്ഷെ ഈ പ്രേമം പടം കൊണ്ട് നമുക്ക് ഫസ്റ്റ് അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നല്ല കളക്ഷൻ കിട്ടിയേനെ. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ജനങ്ങള് പടം കണ്ടു, അതിന്റെ ഒരു മികച്ച അഭിപ്രായത്തോട് കൂടിയിട്ട് മുന്നേറി അതിന്റെ ഒരു റീച്ചാണ് ഇപ്പൊ കിട്ടുന്നത്. അതാണ് അല്ലെങ്കിൽ നമുക്ക് പ്രേമത്തിന്റെ ഒരു ഔട്ട്പുട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ നല്ല കളക്ഷൻ കയറിയിരുന്നു. ഇപ്പൊ ഫസ്റ്റത്തെ വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കളക്ഷനും കയറി. ഇപ്പൊ തിയേറ്റേഴ്സ് ഇപ്പം എല്ലാവർക്കും ഷോസും എല്ലാം കൂട്ടിയത്. ഒരു പുതിയ ഡയറക്ടറിന് എപ്പോഴും ഒരു സേഫ് സോൺ ആണോ ഇങ്ങനത്തെ ഒരു കോമഡി എന്റർടൈനർ, വലിയ മെസ്സേജ് ഒന്നും ഇല്ലാത്തൊരു കോമഡി എന്റർടൈനർ കൊടുക്കുക എന്നുള്ളത്? അല്ല, അതെന്താന്ന് വെച്ചാല് ഞാൻ പുതിയ ഒരു ഡയറക്ടറാണ്. അപ്പോ നമ്മുടെ പരിമിതിക്കുള്ള നിന്നിട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഒരു എന്റർടൈൻ ചെയ്യിക്കേണ്ടതായിരിക്കണം. അപ്പൊ ആളുകൾ ഫിലിം കാണാൻ വരുന്നത്, ഇപ്പൊ നോർമൽ ഓഡിയൻസ് ഫിലിം കാണാൻ വരുന്നത് 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുക, അല്പം റിലാക്സ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷന്റെ ലൈഫാണ്. അപ്പൊ നമ്മൾ ഫിലിമിലും അങ്ങനെ ഒരു ടെൻഷൻ എടുത്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ സക്സസ് ആവും. ഇതിപ്പോ നമ്മുടെ കയ്യിൽ അത്ര വലിയ ആർട്ടിസ്റ്റും പരിപാടികളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഉള്ള നേരം തിയേറ്ററിൽ വരാൻ ആളുകൾ ഫ്രീ ആയി ചിരിച്ചു പോരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫീഡ്ബാക്കും അതാണ്. ഞങ്ങൾ 2 മണിക്കൂർ അടിപൊളിയായിട്ട് ചിരിച്ചു എൻജോയ് ചെയ്തു, ഇനി പടം നന്നായിട്ടുണ്ട്, ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങള് എല്ലാ ഷോപ്പിലും ഓരോ തിയേറ്ററിൽ കയറിയ ആളുകൾ ചിരിക്കണ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് എത്രത്തോളം ഹാപ്പി വെഡിങ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്റെ 2 ഫ്രണ്ട്സിന്റെ സ്റ്റോറി ഉണ്ട്. 2 ഫ്രണ്ട്സിന്റെ വെച്ചാല് ഒരാള് നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്, പിന്നെ വേറൊരാൾ എന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. അപ്പൊ സീനിയറിന്റെ ഉണ്ടായിട്ടൊരു കോളേജിലൊരു ഇൻസിഡന്റ് ആണ്. ഇപ്പൊ കോളേജ് ഇവര് ബിടെക്കിന് പഠിക്കുന്ന ക്യാമ്പസ് കാണിക്കുന്നുണ്ട്, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്. ആ കോളേജിൽ തന്നെ ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ സീനിയറിന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. സൗബിനിൽ നിന്ന് ഒരു ഡയറക്ഷണൽ സൈഡിൽ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ?
സൗബിന് സജഷൻസ് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളെല്ലാം ഒരു കുറെ ഇപ്പൊ എല്ലാവരുടെ സജഷൻസും നമ്മളെടുത്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫ്രീഡം കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ തിയേറ്ററിൽ ആളുകൾ ചിരിക്കുന്നത് കാണുന്നത്. ഇപ്പൊ നിലവിലുള്ള കോമഡി ആർട്ടിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നത് സൗബിന്റെ ഡേറ്റ് ആണ്. സോ താങ്കൾ എത്രത്തോളം സൗബിന്റെ ഡേറ്റ് കിട്ടാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്? സൗബിന്റെ ഡേറ്റ് കിട്ടാനാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്. സൗബിനാണ് ഇപ്പൊ എല്ലാ പടത്തിലും ഉണ്ട്. പിന്നെ അപ്പോ നമ്മൾ പോയി സ്റ്റോറി പറഞ്ഞു, അപ്പൊ സൗബിന് ഇഷ്ടമായി. പിന്നെ അതിന്റെ ഇടയിൽ കുറെ വലിയ പ്രോജക്റ്റുകളൊക്കെ മാറ്റിയിട്ടാണ് സൗബിൻ നമ്മുടെ ഇടയിലേക്ക് വന്നത്. അപ്പൊ അത് നമ്മളൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നത്. ഫിലിമിലെ ഹീറോയിൻസിനെ പറ്റിയൊന്നു എന്താണോ അഭിപ്രായം? ഫിലിമില് 2 ഹീറോയിൻസ് ആണ് ഉള്ളത്. അനു സിത്താര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, ദൃശ്യ എന്ന് പറഞ്ഞിട്ട്. ദൃശ്യ ന്യൂസൈസ് ആണ്. അനു സിത്താര ഈ നമ്മുടെ അനാർക്കലി മൂവില് പൃഥ്വിരാജിന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രണയത ഫിലിമില് മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പകാല അവതരിപ്പിച്ച അനു സിത്താര. പിന്നെയും വേറെ കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ നമ്മൾ ഓഡീഷൻ ഉണ്ടായിരുന്നു, 3 റൗണ്ട്സ് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടെടുത്ത് അതേപോലെ കോളേജില് ഇപ്പൊ ആ കോളേജിൽ തന്നെ കുറെ പിള്ളേരുകളെ നമ്മൾ ഓഡീഷൻ നടത്തി സെലക്ട് ചെയ്തിട്ടുള്ളത്. റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദേശം ഒരു 35ഓളം പുതിയ ആളുകൾ നമ്മുടെ പടത്തിൽ ഇൻട്രോ ചെയ്തിട്ടുണ്ട്. പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇല്ല, അടുത്ത പ്രോജക്ട് ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ 2 നല്ല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫിലിം മേക്കേഴ്സിന് താങ്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും? എനിക്ക് ആകെ ഒറ്റ കാര്യം പറയാനുള്ളത്, അതായത് നമ്മൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഫിലിം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഫിലിം തന്നെയല്ല എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിൽ വളരെ യാതൊരുവിധ സ്വാർത്ഥത ഇല്ലാന്നുണ്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ വിജയം. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഡയറക്ടേഴ്സ് ആരാണ്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയറക്ടർ സിദ്ദീഖ് ലാലും പ്രിയം സാറാണ്. മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിദ്ദീഖ് ലാൽ സാറിന്റെ ഫിലിമാണ്, പിന്നെ പ്രിയം സാറിന്റെ ഫിലിം. ഇവരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഫിലിം. അക്കോർഡിംഗ് ടു യു എന്താണ് ഒരു ബെസ്റ്റ് ഫിലിം? 2 മണിക്കൂർ നിങ്ങൾ ഈ തിയേറ്ററിൽ വരുന്ന ആളുകളെ റിലാക്സ് ചെയ്യിപ്പിച്ച് ടെൻഷൻ ഫ്രീ ആക്കി ഒന്ന് ചിരിപ്പിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് എന്താണ് ബെസ്റ്റ് ഫിലിം. എന്റെ ഒരു കാറ്റഗറി അതാണ്. ഞാൻ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാവരും ഇപ്പൊ ബാക്കിയുള്ള ഓഡിയൻസിനോടും എല്ലാവരോടും പറയാനുള്ളത് അതാണ്. നമുക്ക് 2 മണിക്കൂർ ഒന്ന് തിരിച്ച് പോകാനുള്ളതൊക്കെ ഞങ്ങളുടെ ഫിലിമിലുണ്ട്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം മുതലേ ഫിലിം ഭയങ്കര ക്രൈസ് ഉള്ള ആളായിരുന്നു. എല്ലാ ഫിലിംസും കാണും. പിന്നെ ബിടെക് പഠിക്കുമ്പോഴും ഇതിന്റെ ചെറിയ പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് അതിന് കറക്റ്റ് ഒരു സ്പേസ് കിട്ടിയത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്തു. ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രൂ വേണം. പിന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ വേണം. അങ്ങനെ അതൊക്കെയാണ്. അത് ചൂസ് ചെയ്യലാണ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ്. പിന്നെ നമ്മുടെ പടം ഇത് ഷൂട്ടിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രഷറായിരുന്ന കാരണം അപ്പൊ എനിക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സംഭവങ്ങളും ഇതും ഈ തിയേറ്റർ അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് ഷൂട്ട് ചെയ്ത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്റർ കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ. ഷൂട്ട് ചെയ്യുന്ന ഫിലിം എടുക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ട് തിയേറ്റർ കിട്ടാനാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ടൈമിൽ കറക്റ്റ് റോസ് എന്നുള്ള വലിയ ഗ്രൂപ്പ് നമ്മുടെ ഒരു ലക്കിന് വന്നു. അവരൊന്ന് പടം കണ്ടു, അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഫസ്റ്റത്തെ ആഴ്ച റോസ് ആയിട്ട് പോലും നമുക്ക് കുറച്ച് തിയേറ്ററുകൾ കിട്ടിയുള്ളൂ. അതിൽ ഒരു 40 സെന്ററാണ് നമ്മൾ റിലീസ് ചെയ്തത്. അതിലൊരു 11 സെന്ററിന്റെ അടുത്ത് ബി ക്ലാസ് സെന്റേഴ്സ് ആയിരുന്നു, എ ക്ലാസ് ആയിരുന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരു 3-4 ദിവസം ഈ എ ക്ലാസ് സെന്റേഴ്സിന് പോയിട്ടുള്ള ഓഡിയൻസ് നല്ല റെസ്പോൺസാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ മൂവി നല്ല അഭിപ്രായം കയറി, നല്ല പബ്ലിസിറ്റി ആയി. ഇപ്പൊ 3rd വീക്കിൽ നമുക്ക് 60 സെന്ററിന്റെ അടുത്ത് റിലീസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയായിരുന്നു ഈ പ്രേമം ടീമിനെ സെലക്ട് ചെയ്യാൻ കാരണം? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം വേറൊരു ടീമിനാണ് നോക്കിയത്. അപ്പൊ അവര് തമ്മിൽ ഡേറ്റ് പ്രോബ്ലം എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെയും പ്രൊജക്ട് വൈകി. അപ്പൊ പിന്നെ എനിക്ക് തോന്നി മറ്റേ ഞാൻ സിജുവിന്റെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ മുന്നേ നടത്താൻ എനിക്ക് നല്ല ഇഷ്ടം, കട്ടൻ കാപ്പിന്നുണ്ട്. അതേപോലെ നേരത്തിലും സിജു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിജുവിന്റെ അടുത്ത് പോയി സ്റ്റോറി കണ്ട് അതിനുശേഷം പോയി പ്രേമം ഫിലിം അതിന് ശേഷം കണ്ടത്. പ്രേമം ഞാൻ സിജുവിന്റെ അടുത്ത് സ്റ്റോറി പറയാൻ പോകുമ്പോൾ ഭയങ്കര അഭിപ്രായം കയറി നിൽക്കുക. റിലീസ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് സിജുവിന്റെ അടുത്ത് പോയി സ്റ്റോറി പറഞ്ഞു, സിജുവിന് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ പോയി പ്രേമം കണ്ട്. അങ്ങനെ പ്രേമം കണ്ടപ്പോഴാണ് ഷറഫിനെ കാണുന്നത്. അതിൽ അങ്ങനെയാണ് ഷറഫിന്റെ ക്യാരക്ടർ അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റിൻ, സൗബിൻ, അങ്ങനെ ഒരു കറക്റ്റ് അതിലത്തെ നല്ല ആർട്ടിസ്റ്റുകൾ നോക്കിയിട്ട് പിക്ക് ചെയ്തതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫിലിം ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളായ കാരണം ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട്, ഇപ്പൊ ഷറഫ്, ഞാൻ, സിജു, ജസ്റ്റിൻ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ട്. എത്രത്തോളം പ്രേമം ഈ സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. നമ്മൾ ആരുടെ അടുത്തെങ്കിലും പറയുമ്പോൾ ഇപ്പോ സിജു വിൽസൺ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞാലും ആരും അറിയില്ല. നമുക്കിപ്പോ ആരുടെ അടുത്തെങ്കിലും പറയുമ്പോൾ പ്രേമത്തില് ഇന്ന റോള് ചെയ്ത് ഗിരിരാജൻ പോയി, അല്ലെങ്കിൽ പ്രേമത്തില് നിവിന്റെ ബേക്കറി ആയിട്ട് നിന്നു ജോജോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മള് എല്ലാവരുടെ അടുത്ത് അതാണ് പറഞ്ഞത്. പക്ഷെ ഈ പ്രേമം പടം കൊണ്ട് നമുക്ക് ഫസ്റ്റ് അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നല്ല കളക്ഷൻ കിട്ടിയേനെ. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ജനങ്ങള് പടം കണ്ടു, അതിന്റെ ഒരു മികച്ച അഭിപ്രായത്തോട് കൂടിയിട്ട് മുന്നേറി അതിന്റെ ഒരു റീച്ചാണ് ഇപ്പൊ കിട്ടുന്നത്. അതാണ് അല്ലെങ്കിൽ നമുക്ക് പ്രേമത്തിന്റെ ഒരു ഔട്ട്പുട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ നല്ല കളക്ഷൻ കയറിയിരുന്നു. ഇപ്പൊ ഫസ്റ്റത്തെ വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കളക്ഷനും കയറി, ഇപ്പൊ തിയേറ്റേഴ്സ് ഇപ്പം എല്ലായിടത്തും ഷോസും എല്ലാം കൂട്ടിയത്. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അല്ല, അതെന്താന്ന് വെച്ചാല് ഞാൻ പുതിയ ഒരു ഡയറക്ടറാണ്. അപ്പോ നമ്മുടെ പരിമിതിക്കുള്ള നിന്നിട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഒരു എന്റർടൈൻ ചെയ്യിക്കേണ്ടതായിരിക്കണം. അപ്പൊ ആളുകൾ ഫിലിം കാണാൻ വരുന്നത്, ഇപ്പൊ നോർമൽ ഓഡിയൻസ് ഫിലിം കാണാൻ വരുന്നത് 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുക, അല്പം റിലാക്സ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷന്റെ ലൈഫാണ്. അപ്പൊ നമ്മൾ ഫിലിമിലും അങ്ങനെ ഒരു ടെൻഷൻ എടുത്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ സക്സസ് ആവും. ഇതിപ്പോ നമ്മുടെ കയ്യിൽ അത്ര വലിയ ആർട്ടിസ്റ്റും പരിപാടികളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഉള്ള നേരം തിയേറ്ററിൽ വരാൻ ആളുകൾ ഫ്രീ ആയി ചിരിച്ചു പോരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫീഡ്ബാക്കും അതാണ്. ഞങ്ങൾ 2 മണിക്കൂർ അടിപൊളിയായിട്ട് ചിരിച്ചു എൻജോയ് ചെയ്തു, ഇനി പടം നന്നായിട്ടുണ്ട്, ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങള് എല്ലാ ഷോപ്പിലും ഓരോ തിയേറ്ററിൽ കയറിയ ആളുകൾ ചിരിക്കണ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഈ ഫിലിമിലുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്റെ 2 ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ്. 2 ഫ്രണ്ട്സിന്റെ വെച്ചാല് ഒരാള് നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്, പിന്നെ വേറൊരാൾ എന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. അപ്പൊ സീനിയറിന്റെ ഉണ്ടായിട്ടൊരു കോളേജിൽ ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പൊ കോളേജ് ഇവര് ബിടെക്കിന് പഠിക്കുന്ന ക്യാമ്പസ് കാണിക്കുന്നുണ്ട്, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്. ആ കോളേജിൽ തന്നെ ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ സീനിയറിന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. സൗബിനിൽ നിന്ന് ഒരു ഡയറക്ഷണൽ സൈഡിൽ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ? സൗബിന് സജഷൻസ് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളെല്ലാ ഒരു കുറെ ഇപ്പൊ എല്ലാവരുടെ സജഷൻസും നമ്മളെടുത്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫ്രീഡം കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ തിയേറ്ററിൽ ആളുകൾ ചിരിക്കുന്നത് കാണുന്നത്. സൗബിന്റെ ഡേറ്റ് കിട്ടാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു? സൗബിന്റെ ഡേറ്റ് കിട്ടാനാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്. സൗബിനാണ് ഇപ്പൊ എല്ലാ പടത്തിലും ഉണ്ട്. പിന്നെ അപ്പോ നമ്മൾ പോയി സ്റ്റോറി പറഞ്ഞു, അപ്പൊ സൗബിന് ഇഷ്ടമായി. പിന്നെ അതിന്റെ ഇടയിൽ കുറെ വലിയ പ്രോജക്ടുകളൊക്കെ മാറ്റിയിട്ടാണ് സൗബിൻ നമ്മുടെ ഇടയിലേക്ക് വന്നത്. അപ്പൊ അത് നമ്മളൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നത്. ഫിലിമിലെ ഹീറോയിൻസിനെ പറ്റിയൊന്നും എന്താണോ അഭിപ്രായം? ഫിലിമില് 2 ഹീറോയിൻസ് ആണ് ഉള്ളത്. അനു സിത്താര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, ദൃശ്യ എന്ന് പറഞ്ഞു. ദൃശ്യ ന്യൂ ഫേസ് ആണ്. അനു സിത്താര ഈ നമ്മുടെ അനാർക്കലി മൂവില് പൃഥ്വിരാജിന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രണയത ഫിലിമില് മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച അനു സിത്താര. പിന്നെയും വേറെ കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ നമ്മൾ ഓഡീഷൻ ഉണ്ടായിരുന്നു, 3 റൗണ്ട്സ് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടെടുത്ത് അതേപോലെ കോളേജില് ഇപ്പൊ ആ കോളേജിൽ തന്നെ കുറെ പിള്ളേരുകളെ നമ്മൾ ഓഡീഷൻ നടത്തി സെലക്ട് ചെയ്തിട്ടുള്ളത്, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്.